ജോലി ചെയ്തുകൊണ്ട് പഠിക്കണം എന്ന് വിചാരിക്കുന്ന കുറെ പേര് നമ്മളുടെ വീഡിയോ ക്ലാസ്സുകൾ കാണാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതേപോലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എന്റെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. 12-ാം തീയതി വന്നിട്ട് നോട്ടിഫിക്കേഷൻ ആണ്. അത് പ്യുവർലി കോൺട്രാക്ട് ബേസിസ് ആണ്. കോൺട്രാക്ട് ബേസിസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അപ് ടു 4 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് എന്താ അവിടെ ആ ഒരു കോൺട്രാക്ട് കിട്ടുന്നുണ്ടാവും. അപ്പോ നമ്മള് എപ്പോഴും പറയുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫിനാൻഷ്യലി സ്റ്റേബിൾ എന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്വന്തമായിട്ട് അവിടെ ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സർവീസിന് കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻസി 2 വേക്കൻസി പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്താ പറയണ്ടേ ഡെസ്പ് ആവരുത്. നമുക്ക് അവിടെ ഒരു വേക്കൻസി നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. അപ്പൊ എന്താ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് മെഷർമെന്റ് ലാബിലേക്കാണ്. ഒരു വേക്കൻസിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് ഇൻ ഐ ടി ഇലക്ട്രിക്കലാണ് അവരുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് ഇൻ ഐ ടി ഇലക്ട്രിക്കൽ കൺസോളിഡേറ്റഡ് പേപ്പർ മന്ത് എന്ന് പറഞ്ഞ് 22,240 രൂപയാണ്. ഇനിയിപ്പോ ടെക്നീഷ്യൻ ഗ്രേഡ് 1 പവർ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അവിടെ ഒരു വേക്കൻസി ഫസ്റ്റ് ക്ലാസ് ഇൻ ഐ ടി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് 22,240 രൂപ തന്നെയാണ് അവിടെയും കൺസോളിഡേറ്റഡ് പേപ്പർ മന്ത്. ഇപ്പൊ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 പവർ ഇലക്ട്രോണിക്സ് ആൻഡ് അഡ്വാൻസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലാബിലേക്ക് 2 വേക്കൻസിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 31,020 രൂപയാണ് എന്താ അവർ സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുള്ളത്. 31,020. ഇനിയിപ്പം ഇനിയിപ്പോ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 ആകുമ്പോൾ അവിടെ ഒരു വേക്കൻസിയാണ് ഉള്ളത്. ഫസ്റ്റ് ക്ലാസ് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 31,020 രൂപയാണ് അവിടെ സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. ഇതിൽ ഏജ് ലിമിറ്റ് പറഞ്ഞത് 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. പിന്നെ കറസ്പോണ്ടിങ് ഒ ബി സി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് 3ഉം 5ഉം വർഷം ഇത് റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നത് 4 വർഷം വരെ നിങ്ങൾക്ക് എന്താ വേണമെങ്കിൽ അവിടെ നിൽക്കാം. അതായത് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ 4 ഇയേഴ്സ് ഓർ മോർ ഓൺ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് ഇൻ ദ യൂണിവേഴ്സിറ്റി will be considered for the appointment only in the absence of qualified hands who have not completed 4 years of appointment in on contract basis. ഓക്കെ, അതായത് പുതിയതായിട്ടുള്ള ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫൈ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾക്ക് തന്നെ അവിടെ കിട്ടുന്നുണ്ടാവും. അതായത് മാക്സിമം നിങ്ങൾക്ക് എന്താ 4 ഇയേഴ്സ് വരെ അവിടെ കോൺട്രാക്റ്റിൽ ഇതേപോലെ ഓരോ വർഷവും റിന്യൂ ചെയ്ത് പോകേണ്ടി പറ്റുന്നുണ്ടാവും. എല്ലാ വർഷവും ഇന്റർവ്യൂ ഉണ്ടാവും. പക്ഷെ എന്താ അവിടെ നിങ്ങൾക്ക് തന്നെ അവിടെ പ്രിഫറൻസ് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടെ പ്രിഫറൻസ് കൊടുക്കുന്ന രീതിയിൽ കിട്ടി. അപ്പോ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് മേ അപ്ലൈ ഓൺലൈൻ ത്രൂ ദ വെബ്സൈറ്റ് ഓഫ് കുസാറ്റ് ഓൺ ഓർ ബിഫോർ 10/10/2025 ആൻഡ് ഹാർഡ് കോപ്പി പറയണം. ഹാർഡ് കോപ്പി വിത്ത് കോപ്പീസ് ഓഫ് ദി ഡോക്യുമെന്റ് ടു പ്രൂവ് ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആൻഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഷുഡ് റീച്ച് ബിഫോർ 17/10/2025. അതായത് ഒക്ടോബർ 17 മുന്നേ എന്താ നിങ്ങളുടെ ഹാർഡ് കോപ്പി നിങ്ങൾ രജിസ്ട്രാർ എയോ കുസാറ്റ് എന്നുള്ള രീതിയിലേക്ക് അയക്കണം. 17-ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ കിട്ടണം. അതിന് നിങ്ങൾ എന്റെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏതാണ് പോസ്റ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് കൂടി അതിൽ ആഡ് ആക്കണം. പിന്നെ ലേറ്റ് ആൻഡ് ഡിഫക്റ്റീവ് ആപ്ലിക്കേഷൻ വിൽ സമ്മറിൽ ബി റിജക്റ്റഡ്. പിന്നെ അവിടെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ജനറൽ ആൻഡ് ഒ ബി സി കാൻഡിഡേറ്റ്സിൽ 900-ഉം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിൽ 185 രൂപയാണ് അവിടെ ഫീ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മോഡ് ഓഫ് റെമിറ്റൻസ് ഓൺലൈൻ പേയ്മെന്റ് ആണ്. നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വഴി നിങ്ങൾക്ക് എന്താ അവിടെ അപ്ലൈ ചെയ്യാം. അതേപോലെ ചെക്ക് അല്ലെങ്കിൽ ഡി ഡി എന്താ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അതായത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോലി നോക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. കുറെ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.